എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങൾ അങ്ങനെയാണ്. എത്ര കഷ്ടപ്പെട്ടാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നും. കയ്യിൽ പണം വന്നാലും അത് നിൽക്കില്ല. ജോലിയുണ്ടെങ്കിലും മനസമാധാനം ഉണ്ടാകില്ല. ചിലർക്ക് നല്ല അവസരങ്ങൾ തൊട്ടടുത്ത് എത്തി നഷ്ടമാകും. ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹിച്ച ഉയർച്ച ലഭിക്കാതെ വരും. അത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ നല്ല സമയം ഇനി എപ്പോഴാണ് വരിക? ജ്യോതിഷശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിനൊരു പ്രത്യേക സ്വാധീനമുണ്ടെന്നാണ്. ചില ഗ്രഹനിലകൾ അനുകൂലമാകുമ്പോൾ വളരെ കാലമായി അടഞ്ഞുകിടന്ന ഭാഗ്യവാതിലുകൾ പോലും തുറക്കപ്പെടാമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഓരോ മാസവും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ജ്യോതിഷ പ്രേമികൾ ഏറെ ശ്രദ്ധയോടെ നിരീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ നാം കടന്നു വരുന്നത് അത്തരത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു സമയത്തിലേക്കാണ്. 2026 ജൂലൈ മാസത്തിൽ അപൂർവമായ ഒരു ഗ്രഹസംഗമം രൂപപ്പെടുന്നതായി ജ്യോതിഷം വിലയിരുത്തുന്നു. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്ന വ്യാഴവും ശുക്രനും ബുദ്ധിയുടെയും വ്യാപാര വിജയത്തിന്റെയും പ്രതീകമായ ബുധനും ഒരേ രാശിയിൽ ഒന്നിച്ചു ചേരുന്നു. അതോടൊപ്പം ശനിയുടെ അനുകൂലമായ സഞ്ചാരവും ഈ സമയത്തെ കൂടുതൽ ശക്തമാക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ഗ്രഹയോഗം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരേ രീതിയിലുള്ള ഫലങ്ങൾ നൽകണമെന്നില്ല. എന്നാൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത് വളരെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. സാമ്പത്തിക പുരോഗതി, തൊഴിൽ നേട്ടം, കുടുംബ സൗഖ്യം, ആരോഗ്യത്തിൽ പുരോഗതി, വിദേശയോഗം, പുതിയ അവസരങ്ങൾ, അപ്രതീക്ഷിത ധനലാഭം തുടങ്ങിയ നിരവധി നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആ ഭാഗ്യ നക്ഷത്രങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. അതോടൊപ്പം ഈ അനുകൂല സമയത്തെ കൂടുതൽ ഫലപ്രദമാക്കാൻ ജ്യോതിഷത്തിൽ പറയുന്ന ചില ലളിതമായ ആത്മീയ ആചാരങ്ങളെയും ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസം ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏറെ നാളായി അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന സമയമാണിത്. വരുമാനം വർദ്ധിക്കുന്നതിനുള്ള പുതിയ വഴികൾ തുറക്കപ്പെടാം. കടബാധ്യതകൾ ക്രമേണ കുറയുകയും മനസ്സിന് വലിയ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണിത്. ആത്മവിശ്വാസത്തോടെ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാമെന്നാണ് വിശ്വാസം. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അംഗീകാരവും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും വർദ്ധിക്കും. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇതുവരെ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും സന്തോഷം വർദ്ധിക്കും. തെറ്റിദ്ധാരണകൾ മാറി ഐക്യം വർദ്ധിക്കാം. ആരോഗ്യകാര്യങ്ങളിലും മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ക്രമേണ കുറയുകയും ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഊർജം ലഭിക്കുകയും ചെയ്യും. ഇനി അടുത്തതായി മകീരൻ നക്ഷത്രം. മകീരൻ നക്ഷത്രക്കാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് എന്നാണ് ജ്യോതിഷ വിശ്വാസം പറയുന്നത്. പ്രത്യേകിച്ച് ശുക്രന്റെ അനുകൂലമായ സ്ഥാനം ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും സഹായകമാകുന്നുവെന്ന് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള നല്ല തുടക്കം കുറിക്കാൻ ഈ ഒരു സമയം പ്രേരണ നൽകാം. വീടുപണി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് വീണ്ടും ആരംഭിക്കാനുള്ള സാഹചര്യം രൂപപ്പെടാനും സാധ്യതയുണ്ട്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളും ലഭിച്ചേക്കാം. സാമ്പത്തികമായി കരുതലോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമയം നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകമാകും. തീർച്ചയായും അത് സാധിക്കുക തന്നെ ചെയ്യും. തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ
നല്ല വാർത്തകൾ ലഭിക്കാം. അതുപോലെ തന്നെ പുതിയ ജോലികൾക്കുള്ള അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തങ്ങളും അംഗീകാരവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെയും പുതിയ വരുമാന മാർഗങ്ങളെയും കണ്ടെത്താൻ സാധിക്കും. കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകൽച്ചകൾ മാറി ഐക്യം വർദ്ധിക്കും. വിവാഹം വൈകിക്കൊണ്ടിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാനും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകാനും സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും അനുയോജ്യമായ സമയമായിരിക്കും ഇത്. ഇനി അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ഭാഗ്യഫലങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷ വിശ്വാസം. ഇതുവരെ ലഭിക്കാതെ പോയ അംഗീകാരങ്ങൾ ഈ സമയത്ത് ലഭിക്കാം. ഗവൺമെന്റ് ജോലി ലക്ഷ്യമാക്കി പരിശ്രമിക്കുന്നവർക്ക്, അതായത് PSC ഒക്കെ എഴുതുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾ എഴുതുന്നവർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ നല്ല ഫലങ്ങൾ ലഭിക്കാം. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ പിന്തുണയും വർദ്ധിക്കും. അതുപോലെ തന്നെ സമൂഹത്തിൽ നിങ്ങളുടെ വിലയും സ്ഥാനവും ഉയരാൻ സാധ്യതയുണ്ട്. ഏറെ നാളായി നീണ്ടുനിന്ന തർക്കങ്ങൾക്കും നിയമപരമായ പ്രശ്നങ്ങൾക്കും അനുകൂലമായ പരിഹാരങ്ങൾ ലഭിച്ചേക്കാം. എതിർപ്പുകൾ നേരിടുന്നവർക്ക് അവയെ മറികടക്കാനുള്ള കരുത്ത് ലഭിക്കും എന്നൊരു വിശ്വാസവും ഈ ഒരു ജ്യോതിഷത്തിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. സാമ്പത്തിക രംഗത്തും ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുകയോ കുടുംബത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. എങ്കിലും ലഭിക്കുന്ന ധനം വിവേകത്തോടെ വിനിയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അവസാനമായി തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. കഴിഞ്ഞ കുറേ മാസങ്ങളായി മനസ്സിനെയും സാമ്പത്തിക നിലയെയും അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ക്രമേണ ആശ്വാസം ലഭിക്കുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത്. മനസ്സിലുണ്ടായിരുന്ന ഭയങ്ങളും ആശങ്കകളും കുറഞ്ഞ് ആത്മവിശ്വാസം വർദ്ധിക്കും. പലതവണ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യാം. ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകളും മികച്ച ലാഭവും ലഭിക്കാം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും അതിനനുസരിച്ചുള്ള അംഗീകാരവും ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. കല, സാഹിത്യം, സംഗീതം, കായികം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾക്ക് കൂടുതൽ അംഗീകാരവും പ്രശസ്തിയും ലഭിച്ചേക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം സഫലമാകാൻ ഈ സമയം സഹായകമാകുമെന്നാണ് ജ്യോതിഷ വിശ്വാസം. അതുപോലെ തന്നെ ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഈ സമയത്ത് ചെയ്യാവുന്ന ആത്മീയ കാര്യങ്ങളാണ്. ഈ അനുകൂല ഗ്രഹ സമയത്തെ കൂടുതൽ ശുഭകരമാക്കാൻ എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം ഇഷ്ടദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ഏതാനും നിമിഷങ്ങൾ ശാന്തമായി പ്രാർത്ഥിക്കുന്നത് മനസ്സിനും ആത്മവിശ്വാസത്തിനും ഗുണം ചെയ്യാം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതും പലരും ശുഭകരമായി കരുതുന്നുണ്ട്. അതുപോലെ തന്നെ കഴിയുന്നത്ര അന്നദാനമോ മറ്റ് ദാനധർമ്മങ്ങളോ ചെയ്യുന്നതും നല്ല കർമ്മമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജ്യോതിഷം അനുകൂല സമയത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്ന ഒരു വിശ്വാസ രീതി മാത്രമാണ്. ജീവിതത്തിലെ യഥാർത്ഥ വിജയത്തിന് ആത്മാർത്ഥമായ പരിശ്രമവും ശരിയായ തീരുമാനങ്ങളും നല്ല പ്രവൃത്തികളും അനിവാര്യമാണ്. ഗ്രഹങ്ങൾ അനുകൂലമാണെന്ന് കരുതുന്ന സമയത്ത് പോലും നമ്മുടെ കഠിനാധ്വാനമാണ് നേട്ടങ്ങളെ കൂടുതൽ ഉറപ്പാക്കുന്നത് എന്നത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജ്യോതിഷ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ പ്രവചനങ്ങളാണ്. വ്യക്തിഗത ജീവിതാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രം അശ്വതി, മകീരം, ഉത്രം, തിരുവോണം എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുക.
എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നല്ല ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ ജ്യോതിഷ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തുക. എല്ലാവർക്കും ദൈവാനുഗ്രഹവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.